ഹായ്! ഇന്നൊരു വില്ലനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെ കഥയിലെയും വില്ലനാണ് മൊബൈൽ ഫോൺ. കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ അമിതമായ സ്ക്രീൻ ടൈം. നല്ലതുപോലെ പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു മാഡം. പക്ഷേ ഈയിടെയായിട്ട് ഫോണിൻ്റെ ഉപയോഗം ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണ് അവൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം വാശി കൂടി, ദേഷ്യമാണ്, പഠനത്തിൽ പിന്നോട്ട് പോയി, ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. പക്ഷേ മൊബൈൽ ഫോണോ സ്ക്രീനോ യൂസ് ചെയ്യാതെ ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്കൂൾസ്, കോളേജസ് എല്ലാവരും തന്നെ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും പാരൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും അതല്ലാതെ കുട്ടികൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ, അവർക്ക് ഡേറ്റ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സ്ക്രീൻ, ഇൻ്റർനെറ്റ്, ഫോൺ ഇതെല്ലാം ഇനി നമുക്ക് നിർബന്ധമായിട്ടും മുന്നോട്ട് പോകാൻ ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഓവറായിട്ടുള്ള യൂസ്, മൊബൈൽ അഡിക്ഷൻ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മറ്റേത് ഡ്രഗും അഡിക്റ്റ് ആവുന്നത് പോലെ തന്നെയാണ് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനും വരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കണേക്ക് മുന്നേ ഇത് എങ്ങനെയാണ് കുട്ടികളെ അഡിക്റ്റ് ആവുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ടില്ലേ, കുഞ്ഞു മക്കളടക്കം മൊബൈൽ അഡിക്റ്റഡ് ആണ്. സ്കൂളിൽ പോണേക്ക് മുന്നേ ഉള്ളത്. അവർക്ക് സ്കൂളിൽ നിന്ന് ഹോംവർക്ക് അയച്ചു കൊടുത്തിട്ടൊന്നും അല്ലല്ലോ അവർ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6-7 മാസം പ്രായമുള്ള മക്കള്, അതിലും പ്രായം കുറവുള്ള മക്കൾക്ക് പാരൻസ് ആണ് എപ്പോഴും ഫോൺ കൊടുക്കണത്. അവർക്ക് ആ സമയത്ത് ഫോണിനോട് യാതൊരു ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് അവരത് പുഷ് ചെയ്ത് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്ക് എപ്പോഴും വേണ്ടത് വലിയ ആളുകൾ പാരൻസുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസും നമ്മളോട് കളിക്കാനുള്ള ഇഷ്ടമാണ്. അപ്പോൾ പാരൻസ് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് കരയുമ്പോഴോ ഒക്കെ ആയിട്ട് നമ്മൾ ഫോൺ കൊടുക്കും. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഓണാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രീൻ ഓണാക്കി വെച്ച് പാട്ടൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കൊടുത്ത് തീർക്കുന്നത്. അങ്ങനെയാണ് കുട്ടികൾ ആക്ച്വലി ഫോണുമായിട്ട് അഡിക്റ്റഡ് ആവുന്നത്, കുഞ്ഞു മക്കൾ. അപ്പോൾ ഒരു 6 മാസം 1 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാനായിട്ടും അവർക്ക് ഫോൺ കൊടുക്കും. കരച്ചിൽ നിർത്താനായിട്ട് ഫോൺ കൊടുക്കും, ഭക്ഷണം കഴിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് വെറുതെ ഇരിക്കട്ടെ, അടങ്ങിയിരിക്കട്ടെ, എല്ലായിടത്തും കയറി മറിയുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കൊടുക്കും. അതാണ് വലിയൊരു പ്രോബ്ലം. ഈ കുട്ടികൾ കയറി മറിയുന്നതും അവർ ഓരോ സ്ഥലത്ത് വലിച്ചു പിടിച്ച് കയറുന്നത്, തള്ളിയിടുന്നത്, അടി ഉണ്ടാക്കുന്നത്, ഇതൊക്കെ അവരുടെ ഡെവലപ്മെന്റിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സാണ്. ആ സമയത്ത് നമ്മൾ ഇതിനെല്ലാം നിർത്തിവെക്കാനായിട്ട് അവരെ അടുക്കിയിരുത്താനായിട്ട് ഫോൺ കൊടുക്കും. ഫോൺ കൊടുത്ത് അതിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ അത് അഡിക്റ്റ് ആവുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് കുഞ്ഞു ബ്രെയിനാണ്, ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിനിന് പെട്ടെന്ന് അഡിക്ഷൻ വരും. മുതിർന്നു കഴിഞ്ഞിട്ടുള്ള നമുക്ക് തന്നെ പലപ്പോഴും ഫോൺ അഡിക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ മറക്കരുതല്ലോ. രണ്ടാമതായിട്ട് വരുന്ന എപ്പോഴാണെന്നറിയോ? ഈ കുട്ടികൾ എപ്പോഴും മുതിർന്നവരെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പം അവർ നമ്മുടെ അടുത്ത് വരികയും നമ്മളെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. പല പാരൻസും പറയാറുണ്ട്, വർക്ക് ഫ്രം ഹോം ആണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ പുറത്തു പോകുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് വീട്ടിലുണ്ട്, കുട്ടികളുടെ കൂടെ ഉണ്ട്, കുട്ടികളെ എപ്പോഴും ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട്. പക്ഷേ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നതിന് പകരം ഇതർ നമ്മൾ വർക്ക് ചെയ്യാനായിട്ടുള്ള ലാപ്ടോപ്പ് സ്ക്രീനിലോട്ട് നോക്കിയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫോണിലായിരിക്കും. അപ്പോൾ കുട്ടികൾ കാണുന്നത് അവരിരുന്ന് മമ്മി, ഡാഡി, അച്ഛ, അമ്മ എന്നൊക്കെ വിളിച്ച് നമ്മളോട് ഇങ്ങനെ നമ്മൾ അറ്റൻഷന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അവരെക്കാളും അറ്റൻഡ് ചെയ്യുന്നത് മറ്റൊരു സ്ക്രീനിലാണ്. ലാപ്ടോപ്പിലോ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മൊബൈലിലോ ടാബിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഫുൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, നമ്മൾ ഒരുപാട് സമയം നോക്കിയിരിക്കുന്നത്, നമ്മുടെ ശ്രദ്ധ മുഴുവൻ കൊടുക്കുന്നത് മറ്റൊരു സ്ക്രീനിലേക്കാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നോക്കിയാണ് കുട്ടികൾ പഠിക്കുന്നത്. പണ്ട് ഗ്രാൻഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പത്രം വായിക്കുന്ന പോലെ അതുപോലെ അനുകരിക്കുന്ന മക്കളെ നമ്മൾ കാണാറില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുന്ന പോലെ അതേ ടോണിൽ ഹലോ, റേഞ്ച് ഇല്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ അതുപോലെ അനുകരിക്കില്ലേ? അതുപോലെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോൺ നമ്മളെ അനുകരിച്ചുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ ഫോണിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർ അഡിക്റ്റ് ആവും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പലപ്പോഴും നമ്മുടെ നിവൃത്തികേട് കൊണ്ടായിരിക്കാം, നമുക്ക് കൂടെ നിൽക്കാൻ ആരുമില്ല, കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല, നമുക്ക് വർക്ക് തീർത്തേ മതിയാവും, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാവാം നമ്മൾ മക്കളെയും ഫോൺ കൊടുക്കേണ്ടി വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ നോക്കിയിരിക്കുന്നത് മക്കൾ കാണേണ്ടി വരുന്നതെല്ലാം. എങ്ങനെയായാലും കുട്ടികളത് ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഫോൺ അഡിക്ഷനിലോട്ട് അവർ എത്തുന്നതിനുള്ള കാരണം നമ്മൾ തന്നെയാണ് എന്ന് നമ്മളൊന്ന് ഓർക്കണം. ഈ മക്കളെ വളർത്താനും ജോലി നോക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടുന്ന പാരൻസിന് ഒന്നും കൂടി ഒരു പ്രഷറൈസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡാണ് സൊസൈറ്റിക്കുള്ളത്. ഈ സൊസൈറ്റിയും കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷന് ഭയങ്കരമായിട്ടുള്ള റോളുണ്ട്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസ്, ഹോസ്പിറ്റൽ, ഈവൻ ബസ് സ്റ്റാൻഡിലിരിക്കുകയാണെങ്കിൽ കുഞ്ഞുകുട്ടികൾ കരയുമല്ലോ. സ്വാഭാവികമായിട്ടും മക്കൾ കരയും, വാശി പിടിക്കും. അപ്പോഴേക്കുമല്ലേ ചുറ്റുമുള്ളവർക്ക് അയ്യോ ഇതെന്തോ ഭയങ്കര ഭീകര സംഭവം പോലെയാണ്, എന്തൊരു കരച്ചിലാ എന്നുള്ളൊരു നോട്ടവും ഒരു മട്ടും ഭാവവും ഒക്കെ ആയിരിക്കും. അപ്പം ഇവര് പറയാതെ പറയുന്ന ഒരു പ്രഷർ കാരണം പലപ്പോഴും പാരൻസ് ഫോൺ കൊടുക്കുന്ന കാണാം. അപ്പം ഓൾറെഡി നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ ശരിയല്ലേ എന്ന സംശയത്തിൽ നിൽക്കുന്ന പാരൻസ് ആയിരിക്കും, എസ്പെഷ്യലി മദേഴ്സ് ആയിരിക്കും. അപ്പൊ ഇവരുടെ അടുത്തേക്ക് പുറമേ നിന്നുള്ള പ്രഷറും കൂടെയാണ് കുഞ്ഞ് കരയാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കുട്ടികളാണെങ്കിൽ കരയും. നമ്മളൊക്കെയും കുട്ടികളെ വളർത്തിയതും നമ്മൾ വളർന്നതും കരഞ്ഞിട്ടും വാശി പിടിച്ചിട്ടും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ കുട്ടികൾ കരയുമ്പം അത് നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് പകരം സാരമില്ല, അത് അങ്ങനെ കരയുന്നുണ്ടാവും, മക്കളല്ലേ എന്ന് പറയാൻ ഉള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ രീതിയിലുള്ള മൊബൈൽ ഫോൺ കുട്ടികൾ യൂസ് ചെയ്യുന്നത് ഇച്ചിരിയെങ്കിലും കുറക്കാൻ പറ്റുമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനൊക്കെ പുറമെ സ്കൂൾ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴേക്ക് നോട്ട്സ് ആയിട്ട്, ഹോംവർക്ക് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിക്കിപീഡിയ നോക്കട്ടെ, ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പുറമെ ഇവർക്ക് പുറത്തു പോയി കളിക്കാൻ ഉള്ള സാധ്യതകളില്ല. നമ്മളൊക്കെ അപ്പാർട്ട്മെന്റ്സിലൊക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി നേരം ഗെയിം കളിച്ചോട്ടെ, ഇച്ചിരി നേരം കണ്ടോട്ടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പല പല രീതിയിൽ നമ്മളാണ് സത്യം പറഞ്ഞാലും മക്കളെ ഫോണിനെ അഡിക്റ്റ് ആക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ബോധപൂർവം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഈ മൊബൈൽ ഫോണിലെ അഡിക്ഷൻ എത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ലിമിറ്റഡ് സ്ക്രീൻ ടൈം. അഡിക്ഷൻ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, ഹൈലി അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫോൺ വാങ്ങി വെച്ചുകൊണ്ട് ഇനി നിനക്ക് ഫോൺ തരുന്നതേ ഇല്ല, നിന്റെ മാർക്കൊക്കെ കുറവാണ്, അല്ലെങ്കിൽ നീ ഭയങ്കര വാശിയാണ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഫോൺ മാറ്റി വെക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. കാരണം ഈ അഡിക്ഷൻ ഉള്ള ആൽക്കഹോൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അഡിക്ഷൻ ഉള്ള ആളുകളെ നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവച്ചെന്ന് ആക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു വിത്ഡ്രോവൽ സിംറ്റംസും അതുകൊണ്ടുണ്ടാവുന്ന എഗ്രഷനും ഒരുപാട് സ്വഭാവത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ട് സ്ലോലി ആണ് അഡിക്ഷനിൽ നിന്ന് അവർ പിന്മാറി വരുന്നത്. അതുപോലെ തന്നെ മക്കളുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് ഫോൺ മാറ്റി വെക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ സത്യം പറഞ്ഞ ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടെയാണ് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഫോണിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടത്. എന്നിരുന്നാലും ലിമിറ്റഡ് സ്ക്രീൻ ടൈമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. എപ്പോഴും ഫോൺ കൊടുക്കുന്നതിന് പകരം നമ്മൾ കൃത്യമായിട്ടൊരു സ്കെഡ്യൂൾ വെക്കുക. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈവനിങ് എപ്പോഴാണോ നിങ്ങൾ വെക്കുന്ന സമയം അത് കുറച്ച് ഒരു അരമണിക്കൂർ ടു മാക്സിമം 1 മണിക്കൂർ സ്ക്രീൻ ടൈം എന്നുള്ള രീതിയിലേക്ക് വെക്കുക. അത് ടൈം വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഫോൺ കൊടുക്കുകയും അല്ലെങ്കിൽ സ്ക്രീൻ കൊടുക്കുകയും അത് കഴിഞ്ഞ് വാങ്ങി വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അതുപോലെ കുഞ്ഞുമക്കൾ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കാണിക്കരുത് എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ്, പീഡിയാട്രീഷ്യൻസ് എല്ലാവരും പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം ടു 1 ഇയർ വരെയുള്ള മക്കളെങ്കിലും ഒട്ടും ഫോൺ കാണിക്കാതിരിക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും ശ്രമിക്കണം. അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കത് സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.